Maka Marwananda. Hi friends, welcome to Appus kitchen. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാകും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി കാണിക്കേണ്ട. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ രാത്രി ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചു. ബർണറൊക്കെ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് തിരിച്ച് സ്റ്റൗവിലേക്ക് ഘടിപ്പിക്കുന്ന തിരക്കിലാണ്. പിന്നെയാണ് കേട്ടോ പ്രാതൽ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു നീർദോശയാണ്. പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി കുറച്ച് ചോറുകൂടി ചേർത്തിട്ട് അരച്ചെടുക്കാനുണ്ട്. ഇതാ നോക്കൂ, ആ ഒരു സമയത്ത് ഇതിൽ നിന്നൊരു നല്ല വലിയൊരു കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ കൊത്തങ്കല്ല് കളിക്കുമ്പോൾ എടുക്കുന്ന കല്ലിൻ്റെ അത്ര വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ കല്ലൊക്കെ മാറ്റിയിട്ട് അരി നന്നായി കഴുകി എടുത്തിട്ട് നമ്മൾ ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അപ്പുവിന് പഴം വാട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പു കാലത്ത് ചിലപ്പോൾ ദോശയൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് അല്പം നെയ്യിൽ വറുത്തെടുത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാറാണ്. അപ്പു മറുവാനും റെഡിയായി ഇരുന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പുവിൻ്റെ കൊനിഷ്ഠ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കുറവുമില്ല. അവളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കൊനിഷ്ഠ ഉത്തരങ്ങളും മേടിച്ചിട്ട് ഇതാ വഴക്കൊക്കെ കൂട്ടിയിരിക്കുകയാണ്. മർവാൻ ഇൻസുലിൻ എടുക്കാതെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലിലെ വീഡിയോസൊക്കെ കാണുകയാണ്. അപ്പം ഞാൻ അവന് ഇൻസുലിനൊക്കെ വെച്ചു കൊടുത്തു. ഇവിടെ മക്കൾ 3 പേരും ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതാ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൂനാണ് ഏറ്റവും വൈകിട്ട് ബസ് വരുന്നത്. അപ്പോൾ അവൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ മാസ്ക് എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തിരികെ വന്നിട്ട് അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പവും കൂടി പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ജോലികളൊക്കെ തുടങ്ങി. ഇന്ന് ഏതായാലും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് കരുതിയിട്ട് ഞാൻ ക്ലീനിങ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിലെ സിങ്കും ക്യാബിനറ്റ്സും ഒക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ ഞാൻ സാധാരണ ഗ്ലൗസ് ധരിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയമാണെങ്കിൽ ഗ്ലൗസ് ധരിക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാൻ ഗ്ലൗസ് ധരിക്കാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്യാമറ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്ലൗസ് ധരിച്ചിരിക്കുമ്പോൾ. മൊബൈൽ ക്യാമറ ഒക്കെ ടച്ചാണ്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് ഓൺ ഓഫ് ആക്കാനൊക്കെ കുറച്ച് പാടാണല്ലോ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈയിടെ എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുകയുണ്ടായി, എന്താ ഇത്താ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടൂടെ, നിങ്ങളിങ്ങനെ കുറേ അധികം ജോലികൾ ചെയ്യുമ്പോൾ കൈക്ക് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താ കാരണം എന്ന് വെച്ചാൽ ഗ്ലൗസ് ഇടുമ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഗ്ലൗസ് ഇടാത്ത വീഡിയോസ് നിങ്ങൾ കാണുന്നത്. വീഡിയോ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണിത്. അതത്രയേ ഉള്ളൂ കേട്ടോ. ഏതായാലും സിങ്കൊക്കെ കഴുകി തുടച്ചെടുക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റീൽ റാക്കിലാണ് കേട്ടോ ഇട്ട് വെക്കാറ്. ഈ സ്റ്റീൽ റാക്ക് കുറേ നാളായിട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ പഴയ കിച്ചണിലുള്ളപ്പോൾ തന്നെ വാങ്ങിച്ചതാണ്. ഒരു 3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പഴയ ടവലിൻ്റെ പീസ് വിരിച്ചിട്ടാണ് കേട്ടോ ഈ സ്റ്റീൽ റാക്ക് വെക്കാറ്. കാരണം നമ്മൾ ഇതിൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെക്കുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് പോയി അതൊട്ടാകെ സ്പ്രെഡായിട്ട്
വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടവൽ ഇങ്ങനെ വിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ടവൽ നനഞ്ഞ് വരുമ്പോൾ ഞാനത് മാറ്റിയിട്ട് മറ്റൊരു ടവൽ വെക്കും. പോരാത്തതിന് ഈ റാക്കിൽ പാത്രങ്ങൾ കുറച്ച് ഉണങ്ങി വരുമ്പോൾ ഞാനത് ക്യാബിനറ്റ്സിലേക്ക് മാറ്റും. ഈയിടെ ആയിട്ട് സിങ്ക് വൃത്തിയാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ജെല്ലാണ് കേട്ടോ. എന്നോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ സമ്മാനിച്ചതാണ്. കുറച്ച് മാത്രം എടുത്താൽ മതി ഇത്. എന്നിട്ട് ഇത് നമ്മുടെ സിങ്കിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായി ഉരച്ചെടുക്കാറാണ്. സാധാരണ സിങ്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ റബ്ബർ ഞാൻ ഉപയോഗിക്കാറില്ല. അത് സിങ്കിന് പാട് വരുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉരച്ചെടുക്കാനും സുഖമാണ്. ഇതിൻ്റെ കോർണറൊക്കെ വൃത്തിയാക്കി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ സിങ്കൊക്കെ നന്നായിട്ട് ഉരച്ചെടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വൈപ്പർ വെച്ചിട്ട് വലിച്ചെടുക്കാം. ഈ വൈപ്പർ ഞാനന്ന് ഓണം ഫെയറിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് മാസിനാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചത്. അന്നൊന്നും എനിക്കിത് ഇത്ര മാത്രം യൂസ്ഫുൾ ആവുമെന്ന് അറിയുമായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു ടവൽ വെച്ചിട്ടോ ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഈ വെള്ളം തുടച്ചെടുക്കേണ്ടതുണ്ടല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് ഈ വൈപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ കിച്ചണിലെ വിൻഡോ കേർട്ടന് ഒരുപാട് കറുത്ത പാടുകൾ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഇത്താത്ത വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്പം ക്ലോറക്സ് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ഇത് പോയി കിട്ടുമെന്ന്. അതേമാതിരി ഞാനിപ്പോൾ ക്ലോറക്സ് എടുത്തിട്ട് നമ്മുടെ സദാ വെള്ളത്തിൻ്റെ ഒന്നിച്ച് ചേർത്തിട്ട് സ്പ്രേയർ ഉപയോഗിച്ചിട്ട് തൊട്ടാകെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രഷോട് ചെറുതായി ഉരച്ച് കൊടുക്കാനാണ് പ്ലാൻ. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ കർട്ടനൊക്കെ പഴയ പടി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി ഈ ക്ലീനിങ്ങിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ നന്നായി ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ സന്തോഷമാണല്ലേ. അപ്പോൾ അതാ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മക്കളെ സ്കൂളിലേക്ക് വേണ്ടുന്ന കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് രേഖകളൊക്കെ എടുത്ത് അക്ഷയയിലേക്ക് മാസിന് അയക്കാനാണ് പ്ലാൻ. എൻ്റെ SSLC ബുക്ക് കൂടി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ ഫയൽ ബോക്സിൽ എടുത്തു കൊടുക്കുകയാണ്. ഈ SSLC ബുക്കൊക്കെ ഇടയ്ക്ക് എടുത്തു നോക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ മക്കളെയൊക്കെ വലിയ നിർബന്ധമാണല്ലേ. നമ്മളെല്ലാവരും മക്കളോട് A+ വാങ്ങിക്കണം എന്നൊക്കെ അവരെ ഭയങ്കരമായി ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ പഴയ മാർക്ക് ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അവരൊക്കെ എത്രമാത്രം ബെറ്ററാന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരുടെ കാര്യമൊന്നുമല്ല കേട്ടോ പറയുന്നത്. എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ പഠിത്തത്തിൽ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കുറേ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം അവർ കൃത്യമായി ഇരുന്ന് പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഞാനൊക്കെ പഠിത്തത്തിലൊരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. പക്ഷെ പ്രായം പഠിത്തത്തെ ബാധിക്കുന്ന ഒന്നല്ലെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മാസിനെ വിളിച്ചപ്പോൾ അവന് വേറെന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ തന്നെ അക്ഷയയിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയാണെന്ന് പറയാറില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്തവണ അക്ഷയയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 10-22 വർഷം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അവളെ കാണുന്നത്. അവൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മാസ്ക് ധരിച്ചിട്ട് കൂടി എന്നെയും അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്നേഹിതയൊക്കെ കണ്ട ചാരിതാർത്ഥ്യത്തോടെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം. ഏതായാലും ഓണമൊക്കെ അല്ലേ, ഒരു ചെറിയ സദ്യയെങ്കിലും ഒരുക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്.
ഇനിയിപ്പോൾ സാമ്പാർ റെഡിയാക്കണം. സാമ്പാറിനുള്ള തുവരപ്പരിപ്പ് ഒരു 3/4 കപ്പ് എടുത്ത് കഴുകിയിട്ട് അല്പം സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് വേവിക്കാനിട്ടിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വറുത്തരച്ച സാമ്പാറാണ് ഇഷ്ടം. പൊതുവെ കണ്ണൂർ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാവരും എപ്പോഴും വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അതിനായിട്ട് തേങ്ങയൊക്കെ ചിരകി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമയമാകുമ്പോഴേക്കും എൻ്റെ അനിയത്തി എന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും അവളുടെ കൈപ്പുണ്യം കൂടി ഈ സദ്യയിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് അവളെ കൊണ്ട് പച്ചടിയും കാബേജ് തോരനും ഒക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. സദ്യ ഉണ്ടാക്കാനൊക്കെ നേരത്തെ കൂടി നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങണമല്ലോ. അപ്പോൾ ഏതായാലും 2:30 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ കൊച്ചു സദ്യ കാലമായിട്ടുണ്ട്. വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലായതുകൊണ്ട് തന്നെ ചോറ് വിളമ്പിയതേ ഓർമ്മയുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും പിന്നെ ക്യാമറയോ വീഡിയോയോ ഒന്നും എടുക്കാനില്ല, ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പുളിയിഞ്ചി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാങ്ങാച്ചാർ, പഴം, പപ്പടം, പച്ചടി, തോരൻ, സാമ്പാർ, ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞു സദ്യയിൽ ഒരുക്കിയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. ഹാപ്പി ഓണം.